Hello students, welcome back to Smart Commerce. It's me, your tutor. നമുക്ക് മാനേജ്മെന്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. എന്താണ് മാനേജ്മെന്റ്? Let's see the definition. Management is the dynamic process of getting things done through people to achieve effective and efficient goals. In simple, it is an art of getting things done through people or work done through people. നമുക്ക് ഇതിനെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, തിങ്ക് ഓഫ് എ സ്കൂൾ. ഒരു സ്കൂളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്? പ്രിൻസിപ്പൽ ടീച്ചേഴ്സിന് അസൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ടൈം ടേബിൾ പ്രിപ്പറേഷൻ, ക്ലാസ് ഒക്കെ നന്നായി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കും. ആൻഡ് ഓൾ ദിസ് കംസ് അണ്ടർ ഇൻ ദ മാനേജ്മെന്റ്. ഇപ്പൊ മാനേജ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ്. മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. വൈ ഇസ് ഇറ്റ് സേ സോ? അതായത് മാനേജ്മെന്റ് ഇപ്പം നമുക്കൊരു ഗോൾ ഉണ്ടാവും അല്ലേ? അപ്പം ഒരു മാനേജ്മെന്റിലായിക്കോട്ടെ, അവർക്ക് ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാനേജ്മെന്റിലെ മെമ്പേഴ്സ് വർക്ക് ടുഗെദർ ടു അച്ചീവ് ദാറ്റ് സ്പെസിഫിക് ഗോൾ. ഓക്കെ, നമുക്ക് ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ സ്കൂളിൽ എന്താണ്, ടീച്ചേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യുകയാണ് അല്ലെ? പ്രിൻസിപ്പൽസും അവരുടെ അണ്ടറിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് ഈ ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യും. ആൻഡ് ദേ വിൽ ഡിസൈഡ് വെദർ ടു അപ്പോയിന്റ് ദാറ്റ് ടീച്ചർ ഓർ നോട്ട്. സോ ആ ഒരു നല്ലൊരു ടീച്ചറിനെ കിട്ടിയാൽ മാത്രമല്ലേ അവർക്ക് ആ ഒരു സ്കൂളിൽ നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കുട്ടികൾക്ക് നല്ല മാർക്സ് മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? യെസ്. നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് ഓൾ പെർവസീവ്. അതായത് മാനേജ്മെന്റ് ഇസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ്. അത് ടോപ്പ് ലെവൽ ആവാം, മിഡിൽ ലെവൽ ആവാം, ലോവർ ലെവൽ ആവാം. ഇറ്റ് ഇസ് എ കോമൺ ആക്ടിവിറ്റി മാനേജ്മെന്റ്. മനസ്സിലായോ? നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത്? ഇറ്റ്സ് ബിക്കോസ് എന്താണ്, it is required, it is a very must required in all organization. എല്ലാ ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ ആ ഓർഗനൈസേഷനും നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. സോ ഈ ഒരു മാനേജ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ആ മാനേജേഴ്സ് എന്ത് ചെയ്യും? അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻസ് കണ്ടെത്തും. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് വെരി നീഡഡ്. അതായത് മാനേജ്മെന്റ് ഇസ് വെരി നീഡഡ് ഇൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് എ ഇൻടാഞ്ചിബിൾ ആൻഡ് ഇൻവിസിബിൾ ഫോഴ്സ്. മാനേജ്മെന്റ് കനോട്ട് ബി സീൻ ബട്ട് ഇറ്റ്സ് പ്രസൻസ് ഫെൽറ്റ് ഇൻ ദ വേ ദ ഓർഗനൈസേഷൻ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ ഒരിക്കലും നമുക്ക് മാനേജ്മെന്റ് എന്താണ് നമുക്ക് കാണാനോ അതിനെ തൊടാനോ നമുക്ക് പറ്റില്ല. പക്ഷേ ആ ഒരു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാനേജ്മെന്റ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അതിന്റെ ആ ഒരു പ്രസൻസിലൂടെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. സോ മാനേജ്മെന്റ് എന്താണ്? ഒരു പ്രോസസ് ആണ്. ഏതൊരു ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിനും നമുക്കൊരു സ്റ്റെപ്സ് ഉണ്ടാവും അല്ലെ? അതുപോലെ തന്നെ മാനേജ്മെന്റിനും എന്താണ്, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ബിക്കോസ് ഇറ്റ് comes from different steps and sources. That is why it is a process. അടുത്തത് മാനേജ്മെന്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ്. മാനേജ്മെന്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് ബിക്കോസ് ദ മെയിൻ പർപ്പസ് ഓഫ് ദ ബിസിനസ് ഇസ് ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റ്. ഇറ്റ് ക്യാൻ ബി അച്ചീവ് ത്രൂ എ ഗുഡ് മാനേജ്മെന്റ്. ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിന് എന്താണ്, they can attain maximum profit. അടുത്തത് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ ഈ ഒരു മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ് ചെയ്ത് എന്തുകൊണ്ടാണ്? നമുക്ക് നല്ലൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ, നമ്മളിപ്പം എന്താണ്, ഇപ്പം സ്കൂളിന്റെ കേസിലാണെങ്കിൽ നല്ല ടീച്ചേഴ്സിനെ ചൂസ് ചെയ്യുന്നത് എന്താണ്, അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം നല്ല ടീച്ചേഴ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വി ക്യാൻ സ്കോർ ബെറ്റർ മാർക്സ് ഫോർ ദ സ്റ്റുഡൻസ്. And the last point is management is a profession. So എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് പറയുന്നത്? Management is regarded as a profession because it involves ethical standards, formal training, specialized knowledge and service motive. ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്.
സോ ഐ ഹോപ്പ് എന്താണ് മാനേജ്മെന്റ് ആൻഡ് ഫീച്ചേഴ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, കംഫർട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യെസ്, ഞാൻ തീർച്ചയായിട്ടും ബാക്കി വീഡിയോസ്, ബാക്കി ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതുവരേക്കും താങ്ക് യു.